ഹായ്, വെൽക്കം ബാക്ക് ടു ഷീലീസ് ഓൺ ദ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിൻ്റെ കാര്യം പറയാനല്ല, ഇൻസ്റ്റയിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഇൻസ്റ്റ പേജിലൊരു ഇത് എന്താ പറയുക, ഇതിനെപ്പറ്റി അറിയണവർ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പേജ് കുറേ കാലം സ്റ്റക്കായി കിടക്കുകയായിരുന്നു. അവിടുന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതൊന്ന് മൂവ് ചെയ്ത് തുടങ്ങി. റീൽസ് റീച്ച് എത്താൻ തുടങ്ങി, ഫോളോവേഴ്സ് തരക്കടില്ലാത്ത രീതിയിൽ ഇങ്ങനെ കയറി തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് അതിന് മുന്നേ അതെ സോങ്സ് റീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. യൂട്യൂബിലാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒഴിവാക്കാം. ഇതിലൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് വന്നു കഴിയുമ്പോഴാണ് പിന്നെ എൻ്റെ പേജ് സ്റ്റക്ക് ആവുന്നത്. ഇത് ഞാൻ സോങ് പൊതുവേ ചെയ്യാറില്ല, കാരണം സോങ്ങിന് തീരെ റീച്ച് ഇല്ലാത്തതാണ്. എനിക്ക് സോങ്ങിന് തീരെ റീച്ച് പോകില്ല. പക്ഷേ ചെറുതായിട്ട് പാടുന്നുണ്ട്, എനിക്ക് ചില പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് എടുത്തു പോകില്ല, അങ്ങനെ എടുത്തു പോകണത്. ഇതിപ്പോൾ നോമ്പായപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലൊരു സോങ് എല്ലാവരും ചെയ്യുന്നുണ്ട്, കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ സോങ്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നപ്പം വലിയ റീച്ചൊന്നും കിട്ടൂല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത് തന്നെയാണ്. എന്നിട്ട് ഞാൻ അതെടുത്ത് ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും അവരത് സ്ട്രൈക്ക്, അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഇത് വന്ന്. സ്വതവേ ഒരു ഡിസ്പ്യൂട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അവരടുത്ത് അലയ്യട്ടെ, ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലയ്യോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും സമ്മതിക്കാറുണ്ട്, പക്ഷെ പിന്നെ അവർ സമ്മതിച്ചിട്ടും കാര്യമില്ല. ഈ സാധനം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റക്കാവും, ശരിക്കും സ്റ്റക്കാവും. പിന്നെ അതുകൊണ്ട് അവർ തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം അവർ റിജക്റ്റ് ചെയ്തപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോണ്ട് ഇൻസ്റ്റ അതെടുത്തിട്ട് റീസ്റ്റോർ ചെയ്തിരിക്കുന്നു. അത് എന്തിനാണ് അവര് റിജക്ട് ചെയ്തിട്ട് പിന്നെ ഇവര് റീസ്റ്റോർ ചെയ്ത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ കളിക്കാനൊന്നുമില്ല, അതവിടെ വെച്ചു. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, ഇങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ പേജ് സ്റ്റക്ക് ആവുകയാണ്. പിന്നെ റീൽസ് റീച്ച് പോകുന്നുണ്ട്, പക്ഷെ ഫോളോവേഴ്സ് പിന്നെ സ്റ്റക്ക് ആവും ചെയ്യും. ഫോളോവേഴ്സ് പിന്നെ ഇങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്തോ സംഭവം, എനിക്കൊന്നും മനസ്സിലാവില്ല. അത് ഇതുകൊണ്ടാണോ അതോ ഇനി അല്ലാണ്ട കുറയാണോ? അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളത്. ഇൻസ്റ്റയെ പറ്റി വല്ലാണ്ട് പിടിയില്ലാത്തോണ്ട് ചോദിക്കുക. പിന്നെ ഓൾറെഡി നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. നമുക്ക് ആ ഒരു ക്വിക്ക് റെസ്പോൺസിന്റെ അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം കൊണ്ടാണ് നമ്മൾ ഈ റീൽസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്താ പറയുക, ഈ സ്റ്റക്കായി കഴിയുമ്പോൾ പേജ് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടുക്കും. ഇതിപ്പം കുറേ കാലം, 1 വർഷം 6 മാസം കണ്ട് സ്റ്റക്കായി കിടന്നിരുന്നു. നല്ല സ്റ്റക്കായിട്ട് റീൽസും റീച്ച് പോകില്ല, ഫോളോവേഴ്സും കൂടില്ല, അങ്ങനെ കിടന്നിരുന്നു. അതൊന്ന് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സാധനം ഒന്ന് പൊന്തി വന്നപ്പോൾ ഇപ്പോൾ അടുത്ത് 2ാമത് തുടങ്ങിയിട്ടുണ്ട് പ്രശ്നം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാട്ട് തീരെ ചെയ്യാണ്ട് നിൽക്കണോ? ചെയ്യണ്ടേ പാട്ട്, അല്ലെങ്കിൽ എനിക്കധികം റീച്ച് പോവില്ല. എന്നാലും നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല ഇടയ്ക്ക്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, അതിന് പോകാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ചെറിയ തെറ്റുകളുണ്ട്, കുറച്ച് ചെറുതായിട്ട് തെറ്റുകളുണ്ട്. അപ്പോൾ പിന്നെ അത് ഇടണ്ടാച്ചു. നല്ല ഡാൻസ് ആണെങ്കിലല്ലേ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് റെഫർ ചെയ്യാനാണെങ്കിലും സ്റ്റെപ്സൊക്കെ കറക്റ്റ് ആണെങ്കിലല്ലേ ഇട്ടിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് ഇടണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇത് ചോദിക്കാൻ വന്നു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരണേ. അപ്പോൾ ബൈ.